السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Wisdom World Preschool Network and Maiman Academy നടപ്പാട്ടിറങ്ങത്തെ റമളാൻ ഖുർആൻ ക്ലാസ്സിലെ 10ാമത്തെ നാളിലേറ്റിക്കിരുന്നല്ലേ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് ചിന്തിക്കുകയായിട്ടുള്ളങ്ങനത്തെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങ തെളിവുങ്ങ അടയാളങ്ങ ചൊന്നದರ ಬಗ್ಗೆ ಇಟ್ಟಿಕಿರನಂಗ ಚರ್ಚಾಕಿ ಉಂಟು ಬಂದೆ. ആയത്തുല്ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ, അതുപോലെ ആയത്തുല്ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാർ, മനുഷ്യന്മാർക്ക് രണ്ടാമതൊരു ജീവനുണ്ട്, ഒരു പുനർജീവനമുണ്ട് എന്നതുക്കുള്ള ഒരു വലിയൊരു തെളിവാണ് അല്ലാഹു തആല ചത്തുപോയങ്ങനത്തെ ഭൂമിയുടെ രണ്ടാമത് അല്ലാഹുഗു ജീവിപ്പിച്ചിട്ട് അതിൽ നല്ല സസ്യ ഉണ്ടാവുന്ന രൂപത്തിൽ അതൊരു ആക്റ്റീവ് ആക്കുക അല്ലാഹു തആല ഗാവുഡു ചൊല്ല ഒരു കാര്യ വലിയൊരു തെളിവായിട്ടിക്കിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ജാവും പോലിന്റെ ഈ നിരന്തരമായിട്ടുള്ള ബദലാവണങ്ങ ജാവും പോലും ഇങ്ങനെ മാറി മറിഞ്ഞിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് പണ്ടത് മനുഷ്യകു ഒരു ഈ പോലു ചൊല്ല ഈ ഒരു ജീവന കഴിഞ്ഞാൽ പിന്നെ പോളുടെ പോലെ ഉള്ളങ്ങനത്തെ പോളുടെ പോലെ ആക്റ്റീവ് ആയിട്ടുള്ളങ്ങനത്തെ ഈ ജീവനായാൽ പിന്നെ ഒരു ഡിസാക്റ്റീവ് ആവുടങ്ങനത്തെ ഇനാക്റ്റീവ് ആവുടങ്ങനത്തെ ജാവുടെ ഒരു അവസ്ഥയും മനുഷ്യക്ക് ബറവുണ്ട്. ആ ജാവ് കഴിഞ്ഞാൽ പിന്നെയും പോലും ബറവുണ്ട്. അപ്പൊ അതും ഒരു നിദർശനായിട്ടിക്കറ്, ഒരു തെളിവായിട്ടിക്കറ് മനുഷ്യ ഇനിയും ഒരു മരിക്കൊണ്ടു മരിച്ചാൽ പിന്നെ ഒരു ജീവന ബറവുകൊണ്ടു ചൊല്ലത്. അങ്ങനെ അല്ലാഹു തആല ചൊന്ന വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. മേൽക്കാണ്ടങ്ങനത്തെ വലിയ നിങ്ങൾക്ക് ഉപകാരമുള്ളങ്ങനത്തെ വലിയ ഒരു ഗോളായിട്ടുള്ളങ്ങനത്തെ സൂര്യ അത് അതിലെ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കുവാനായിട്ട് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുണ്ട്. അതുക്കൊരു അല്ലാഹു തആല ടാർഗറ്റ് കൊടുത്തറ. ആ ടാർഗറ്റ് പൂർത്തിയാക്കുവാനായിട്ട് അത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുണ്ടാണ് അല്ലാഹു തആല ചൊന്നിട്ടില്ല. സൂര്യക്ക് കൊടുത്തങ്ങനത്തെ ആ ടാർഗറ്റ് അത് അതിലെ ഒരു ലൈഫ് ലോങ് ഒരു ടാർഗറ്റ് ഉണ്ട്. എത്രമാ വർഷം മുതൽ അല്ലാഹു തആല അതിനെ പഠിച്ചിറ. അത് പഠിച്ചാൽ പിന്നെ അതിന് ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്, അത് അവസാനിക്കണങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്. അതുപോലെ ഡെയിലി എല്ലാ നാളിലും അതൊരു ടാർഗറ്റ് പോയിന്റ് ഉണ്ട്. എല്ലാ നാളിലും അത് തന്റെ ഒരു അവധി നിരന്തരമായിട്ട് പൂർത്തിയാക്കിക്കൊണ്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ പഠിപ്പാട്ട്. അബൂദർറുൽ ഹറവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നങ്ങനത്തെ ഒരു ഹദീസിൽ കണ്ട് കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി ഇൻദ ഗുറൂബി ശംസി. സൂര്യ അസ്തമിക്കണങ്ങനത്തെ ഒരു ടൈമിലു ನಾನು പള്ളിയിൽ നബിത്തങ്ങളൊട്ടിಗೆ ನಾನಿನ್ನೆ. നബിത്തങ്ങളൊട്ടിಗೆ ನಾನು കേട്ടെ സൂര്യയുടെ അസ്തമാനത്തെ ಬಗ್ಗೆ ನಾನು നബിത്തങ്ങളിട്ട് ನಾನು കേട്ടെ. എന്താണ് ഈ സൂര്യ അസ്തമിക്കണെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് ಗೊತ್ತುಂಟು. സൂര്യ അസ്തമിക്കണമെങ്കിൽ സൂര്യയുടെ നഗല ഭാഗത്തിൽ ഭൂമിയുടെ നഗല ഭാഗത്തിൽ നിന്ന് സൂര്യൻ മാഞ്ഞു പോണ്ടേ ചൊല്ലതാണ്. എന്നാൽ അതൊരു ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാ സൂര്യ അസ്തമിക്കടേക്ക് എന്ന് നബിത്തങ്ങളുടെ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുന്നു, ഇന്ന ഹാദിഹി തജ്രി ഹത്താ തൻതഹി ഇലാ മുസ്തഖറിഹ. ഈ സൂര്യ അത് സഞ്ചരിച്ചുകൊണ്ടുണ്ട്, ഇത് സഞ്ചരിച്ചുകൊണ്ടേ പോണ്ടു, ഇതിങ്ങനെ ജാരിയായോണ്ടേ പോണ്ടു, അതിരെ എൻഡിങ് പോയിന്റ് തീരോർത്തോല. അതുക്കുള്ള ഒരു അവസാനമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതൊരു നിശ്ചിതമായ ഒരു അവധിയുണ്ട്. അത് തീരോർത്തോല അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അത് എവിടെയാണ് ആ മുസ്തഖർ ഉള്ളത്? തഹ്തൽ അർഷി, അർഷിയുടെ കീഴിലായിട്ട്.
ഫതഖിറു സാജിദതൻ, എന്നിട്ട് അവിടെ പോയിട്ട് അത് സുജൂദാക്കണം. സുജൂദ് അല്ലാഹു തആലയുടെ സുജൂദാക്കിയിട്ട് അത് ബൂൾഡുണ്ടാകും. ഫലാ തസാലു കദാലിക ഹത്താ യുഖാലു ലഹ, അതങ്ങനെ സുജൂദിലായിട്ടിക്കണത്. സുജൂദാക്കണമെങ്കിൽ ഞങ്ങൾ മനുഷ്യന്മാരാക്കണ പോലത്തെ സുജൂദാണോ, അല്ലെങ്കിൽ അതിരതായ രൂപത്തിലല്ലേ വേറെന്തെങ്കിലാണോ, അത് അല്ലാഹു റസൂലുഹു അലം, അല്ലാഹും റസൂലുഹു മാത്രം കൊണ്ടുല്ലേ. എന്നിട്ട് ആ സുജൂദിലുള്ള അവസ്ഥയിലേക്കും അല്ലാഹു തആല അതിരൊട്ടിಗೆ ചൊല്ല, ഇർതഫിഇ ഇർജിഇ മിൻ ഹൈസു ജിഅ്തി, നീನು എവിടെ ನೀನು ಬಂದರೆ ಅವಿಡೆಗೆ ನೀನು ಮಡಗಿಪೋ. ನೀನು ಎಣಿಕ್കൂಡ್ರು, ಎಣಿച്ചിട്ട് ನೀನು എവിടെ ಬಂದರೆ ನೀನು ಅವಿಡೆಗೆ മടങ്ങിപ്പോ. ഫതർജിഉ, അതങ്ങനെ മടങ്ങിട്. ഫതുസ്ബിഹു ത്വാലിഅത മിൻ മത്ലഇഹാ, അങ്ങനെ അത് അതിരെ ഉദിക്കണായ ജാഗത്തിൽ നിന്നത് പിറ്റാണ്ട് ഉദിക്കിട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അവസാനമായിട്ട് ഒരു നാൾ അല്ലാഹു തആല അതിരൊട്ട് ചൊല്ല, ഇർതഫിഇ അസ്ബിഹി ത്വാലിഅത മിൻ മഗ്രിബിക്, ഇത്രത്തോളം നീന് ഉദിച്ചോണ്ടിന്റെ പൂർവത്തിൽ നിന്നാണ്, ഇനി നീൻ പശ്ചിമത്തെ ഉദിക്കണം. അവസാന കാലഘട്ടത്തിൽ സൂര്യ പശ്ചിമത്തെ ഉദിച്ച് പണ്ടിട്ടല്ലേ. അപ്പൊ ആ ഒരു രൂപത്തിലാണ് അതിരെ ഒരു എൻഡിങ് പോയിന്റ് ഉള്ളേ. ഫദാലിക മുസ്തഖറുല്ലഹ, ഈ അർശിന്റെ അണ്ടറിൽ പോയിട്ട് അത് സുജൂദാക്കടല്ലേ, അതേറ്റിക്കർ അതിരെ ഒരു അത് നിശ്ചലമാവടങ്ങനത്തെ ജാഗ, ചലിച്ചോണ്ടിക്കടങ്ങനത്തെ സൂര്യ നിശ്ചലമാവടങ്ങനത്തെ ജാഗ അത് അർശിയുടെ കീഴിലായിട്ടിക്കറിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണുക. അപ്പൊ അതൊക്കെ ഡെയിലി ആയിട്ടുള്ള ഒരു മുസ്തഖർ ഉണ്ട്. മുസ്തഖർ ചൊന്നെങ്കിൽ അർത്ഥം എന്താ, നിശ്ചലമാവടങ്ങനത്തെ ഒരു ജാഗ ಅಂತಾണ്, ചലിക്കാത്തൊരു അവസ്ഥ. അപ്പൊ സൂര്യ ഇപ്പൊ നിരന്തരമായിട്ട് ചലനലുണ്ട്, എന്നാൽ അത് നിശ്ചലമാവടങ്ങനത്തെ ഒരു ടൈമുണ്ട്. അത് ഡെയിലി അതൊക്കെ ടൈമുണ്ട്, അവസാനമായിട്ട് അതൊക്കെ ഒരു ടൈമുണ്ട്. ആ നിശ്ചലമാവടങ്ങനത്തെ അണ്ടത്തിനാലിൽ എല്ലാം കൂടെ അവസാനിച്ചിട്ട് ഉറക്കത്തെ ഭൂമിയുടെ എല്ലാ ടൈമു തീർന്നു പോകൊണ്ടുണ്ടാണ്. ذلك تقدير العزيز العليم, ഈ സൂര്യയുടെ സഞ്ചാരവും അതിന് നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയും ഇതെല്ലാം ആരാണിതെല്ലാം തീരുമാനാക്കിക്കൊണ്ടുള്ളേ, ആരാണിതൊക്കെ കൺട്രോൾ ആക്കിക്കൊണ്ടുള്ളേ? തഖ്ദീറുൽ അസീസിൽ അലീം, ശക്തനായ അതിശക്തനായ അല്ലാഹുടെ നിശ്ചയായിട്ടിക്കർ, ഇതെല്ലാം അല്ലാഹുടെ തീരുമാനമായിട്ടിക്കർ. അൽ അലീം, സർവജ്ഞാനിയായ അങ്ങനത്തെ എല്ലാം ഗൊന്തുള്ളങ്ങനത്തെ അല്ലാഹുടെ തീരുമാനമായിട്ടിക്കർ. والقمر قدرناه منازل حتى عاد كالعرجون القديم, ഇനി മാദത്തെ നിങ്ങ ജാവുകു മാദത്തെ കാണ്ടാറ് പോലുകു നിങ്ങ സൂര്യയുടെ കാണ്ടാറുണ്ടെങ്കിൽ ജാവുകു നിങ്ങ ചന്ദ്രയുടെ കാണ്ടാറ്. ചന്ദ്രയുടെ അവസ്ഥ എന്തിരെ, അത് ഖദ്ദർനാഹു മനാസില, ಅದಕ್ಕೆ ചില ലെവലുങ്ങ നങ്ങ നിശ്ചയിച്ചു വെച്ചിറ, ಅದಕ್ಕೆ ചില ഹന്തങ്ങ നങ്ങ നിശ്ചയിച്ചു വെച്ചിറ. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, അങ്ങനെ അത് ഒരു ചെറിയ ഈത്ത പോലത്തെ ദണ്ട് നോക്കിറാറ, ഈത്ത പോലത്തെ ഒരു ഈത്ത പോലത്തെ ഒരു ഉണങ്ങിയ ഒരു ദണ്ടിക്കടി, ഇങ്ങനെ ഒരു കോല് പോലത്തെ പിന്നെ കോണ ഇങ്ങനെ ഭാഗിട്ടിക്കിട രൂപത്തില് ഭാഗിട്ടുള്ള അങ്ങനത്തെ ഒരു ഈത്ത പോലത്തെ ദണ്ടുണ്ട്. അതുപോലെ അവിടോടത്തോല ചന്ദ്ര വ്യത്യസ്തമായ ഹന്തങ്ങ ഇങ്ങനെ ദാട്ടിയോണ്ട് പോണ്ടു. സൂര്യ ഒരു ഹന്തങ്ങ ചെന്നിട്ടെന്തില്ല, എപ്പോഴും ഒരേ അവസ്ഥയിലാണ് സൂര്യക്കിട അല്ലെ. സൂര്യ അവർക്ക് പാതി പിന്നൊരുക്ക കാൽഭാഗ കാണ്ടേ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണ്ടേ, അങ്ങനെ ഒരു അവസ്ഥ സൂര്യക്കില്ലല്ലേ. എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സൂര്യകുല്ല്. അതേ ടൈമില് മാദത്തുക അങ്ങനല്ല, മാദത്തുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയുണ്ട്. 14 റാവില് പൂർണ്ണമായ അതൊരവസ്ഥ കാണ്ട, എന്നാൽ അതിരെ തുടക്കത്തിലും അവസാനത്തിലും അതൊക്കെ ചെറിയ രൂപത്തിലാണിത് കാണുക അവിടെ. പിന്നെ അതിങ്ങനെ ബലിയായിട്ട് പണ്ട് അല്ലെ 14 പോണഞ്ചിറ ടൈമിലല്ല നല്ല പൂർണ്ണമായ ചന്ദ്രയുടെ കാണുക അവിടെ. പിന്നെയും അത് മങ്ങി കൊണ്ട് വന്നിട്ട് പിന്നെ പാടെ ശരിയാവും. ഇങ്ങനെയാണ് മാദത്തെ അവസ്ഥയില്ലേ. ആ മാദത്തെ ആ ഒരു അവസ്ഥയും നങ്ങായിട്ടിക്കറ നിശ്ചയിച്ചിരേ. വൽ ഖമറ ഖദ്ദർനാഹു, ഈ ചന്ദ്രക്ക് നങ്ങ നിശ്ചയിച്ചിറ മനാസില വ്യത്യസ്തമായ ഹന്തങ്ങ ലെവലുങ്ങ. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം,
ഒരു ഉണങ്ങിയ ഈത്ത പോലത്തെ ദണ്ടിട പോലെ ആവിടൊത്തോല അതിങ്ങനെ വ്യത്യസ്തമായ ഹന്തങ്ങ ദാട്ടിയോണ്ടു പോണ്ടു. അള്ളാഹു താല ഇതെല്ലാം ചൊല്ലെന്തിക്ക് ഈ കാണ്ടങ്ങത്തെ എന്തുകൊണ്ട് പിന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആവിടുണ്ടായെങ്കിൽ, ഇതെല്ലാം തന്നന്താൻ ആവിടുണ്ടായെങ്കിൽ സൂര്യയുടെ പോലെ മാതത്തുക്കും എന്തിനാവണിത്ത് സൂര്യയുടെ അതേ അവസ്ഥ ഇക്കൊണിത്തല്ലേ. സൂര്യ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ നാളിലും പൂർണ്ണമായിട്ട് കാണ്ടാണ് അതേ രൂപത്തിൽ മാതത്തുക്കും പൂർണ്ണമായിട്ട് കാണുകാവണിത്ത്, അല്ലെങ്കിൽ മാതത്തുക്ക് പൂർണ്ണമായിട്ട് പ്രദർശന ആക്കുകയാവണിത്ത്. പക്ഷെ അങ്ങനെ ആയിട്ടില്ല. സൂര്യയുടെ അവസ്ഥ വേറെയാണ്, മാതത്വ അവസ്ഥ വേറെയാണ്, പോൾഡ് ഒരു അവസ്ഥ വേറെയാണ്, ജാവുടെ ഒരു അവസ്ഥ വേറെ ഇട്ടിക്കൽ. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമറ, ലശംസു സൂര്യകു യംബഗി ലഹാ അതിക്ക് യോജിച്ചതല്ല, അൻ തുദ്രിക്കൽ ഖമറ മാദത്തെ പിടിക്കരെ അല്ലെങ്കിൽ മാദത്തെ ക്യാച്ചാക്കടത് സൂര്യക്ക് യോജിച്ചതല്ല. മാദത്തെ ക്യാച്ചാക്കണമെങ്കിൽ മാദത്തെ പോലെ ആവിടത് സൂര്യക്ക് യോജിച്ചതല്ല. സൂര്യക്ക് സൂര്യയുടേതായ ഡ്യൂട്ടിയും കർത്തവ്യവും അതിൻ്റെതായ ഒരു ശൈലിയും എല്ലാം ഉണ്ട്. സൂര്യ സൂര്യയുടെ പോലെ ഇക്കും, എന്നാ മാത സൂര്യയുടെ പോലെ അവിടെ ആവണ അതും ആവില്ല. മാതത്തുക്ക് മാതത്തതായ ഒരു രൂപവും ശൈലിയും ഇതെല്ലാം ഉണ്ട്. അപ്പൊ സൂര്യ മാതത്തെ പോലെയും ആവില്ല, മാത സൂര്യത്തെ പോലെയും ആവില്ല. ഓരോന്നുക്കും അതിൻ്റെതായ നിശ്ചിതമായ ഒരു അള്ളാഹു താല കണക്കാക്കിയങ്ങനത്തെ ഡ്യൂട്ടിങ്ങ, കണക്കാക്കിയങ്ങനത്തെ നിശ്ചയ രൂപങ്ങളിലുണ്ട്, നിശ്ചിത രൂപങ്ങളിലുണ്ട്. അത് അതിരത്തെ പോലെ മേയിക്കൊണ്ടിട്ടാണ്. ഇതാണ് ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമറ, സൂര്യക്ക് യോജിച്ചതല്ല അൻ തുദ്രിക്കൽ ഖമറ, അത് ചന്ദ്രടെ പിടിച്ചു വയ്ക്കടെ അല്ലെങ്കിൽ ചന്ദ്രടെ ക്യാച്ചാക്കടത് സൂര്യക്ക് യോജിച്ചതല്ല. അല്ലെ, സൂര്യ എപ്പെങ്കിലും ജാവു പ്രത്യക്ഷനായിട്ട് പണ്ടാണ്, സൂര്യ ജാവു പ്രത്യക്ഷമായിട്ട് പറത്തീറ. അപ്പൊ പിന്നെ അള്ളാഹു താല നിശ്ചയിച്ചങ്ങനത്തെ ഈ രൂപങ്ങല്ല അതൊക്കെ ചേഞ്ച് ആയി പോകും. സൂര്യ മാത്രം ജാവുകും സൂര്യ ഇവിടെ ഉദിച്ചിട്ടിക്കിടാണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് പിന്നെ ജാവു കാക്കുണായ വറക്ക് ജാവു മനുഷ്യക്ക് അകത്തുള്ള അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കില്ല, അതുകൊണ്ട് വറക്ക് നടക്കില്ല. ജാവുടെ ഈ കൂലായിട്ടുള്ള ഒരു അവസ്ഥ ഒന്നും മിക്കില്ല. പിന്നെ എപ്പോഴും ഒരു പോലായിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നെ മനുഷ്യക്ക് ഇക്കടെ. അപ്പൊ ജാവായിട്ട് ഇക്കൊണ്ടുണ്ടായെങ്കിൽ സൂര്യയുടെ ഡ്യൂട്ടി സൂര്യ എടുക്കണായ ആ ഡ്യൂട്ടി അവണ എടുക്കണായ ടൈമിൽ എടുക്കണം. അത് മാദത്തിക്ക് പോലുകൊന്ത് വലിയ സ്വരമില്ല, അത് ജാവു കാണും സ്വരമില്ലേ. അപ്പൊ അത് ജാവു മെയിനായിട്ട് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു. അതെല്ലാം നിശ്ചയിച്ചരേ ഇതൊരു ശക്തനായ എല്ലാം ഗൊന്തുള്ള അങ്ങനത്തെ സർവജ്ഞാനിയായ അങ്ങനത്തെ ഏതെല്ലാം ഏത് ടൈമുക്ക് പറഞ്ഞു, ഏത് ടൈമുക്ക് ഉദിക്കണം, ഏത് ടൈമുക്ക് അസ്തമിക്കണം, എല്ലാം കറക്റ്റായിട്ട് ഗൊന്തുള്ള ഒർത്ത ഇതിനെ കൺട്രോൾ ആക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നടന്നോണ്ടില്ലേട്ടാണ് അള്ളാഹു താല ചെന്നോട്ടില്ലേ. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെത്താനെ നടക്കുന്ന ടൈമെല്ലാം ഒട്രാസിറ്റിക്കಂತ. അങ്ങനെ ഒട്രാസിറ്റി ഇല്ലാത്തതിന്റെ കാരണം എന്തേ, ഇതെല്ലാം ഒർത്ത കൺട്രോൾ ആക്കിക്കൊണ്ടുള്ള ഇതിലെല്ലാം പെറുൽ ഒരു സൂത്രധാരമില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, ജാവ് ഒരിക്കലും പോൾടെ ഓവർടേക്ക് ആക്കില്ല. ജാവു പോൾടെ ഒരിക്കലും ഓവർടേക്ക് ആക്കണതല്ല. അല്ലെ, എപ്പെങ്കിലും ഓർക്ക പിന്നെ ഒരു പോല് പറഞ്ഞായ ഒരു ടൈമിൽ ജാവു ചൊല്ലത് ബന്ധറ ഇല്ല. ജാവ് ഉണ്ടാവണായ ഒരു ടൈമിൽ പോലുണ്ടായിട അതും ഇല്ല. പോലു എപ്പോ ഉണ്ടാവണ ആ ടൈമിൽ പോലെ ഉണ്ടായിട്ടുണ്ട്. ജാവ് എപ്പോൾ ഉണ്ടാവണ ആ ടൈമിൽ ജാവേ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? എല്ലാം ഫി ഫലക്കി യസ്ബഹൂൻ, അദ്രതായ ഭ്രമണ പഥത്തില് എല്ലാം തിരിഞ്ഞോണ്ടുണ്ടു, എല്ലാം കൃത്യമായിട്ട് തിരിഞ്ഞോണ്ടുണ്ടു. ഈ സൂര്യയും ചന്ദ്രവും അല്ലാത്ത എല്ലാ ഗോളങ്ങെല്ലാം ഭൂമിയടക്കുള്ള എല്ലാ ഗോളങ്ങ കൃത്യമായിട്ട് അതൊക്കെ അള്ളാഹുത്താല നിശ്ചയിച്ചു വെച്ചങ്ങനത്തെ തെരുളായിട്ട് അത് സഞ്ചരിച്ചോണ്ടുണ്ടു. അതൊരു തെരുളായിട്ട് അത് തിരിഞ്ഞോണ്ടുണ്ടു. അതുകൊണ്ടിട്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് നടക്കടേ. ആകാശ ലോകത്തിൽ നടക്കണങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചു നോക്കിയിട്ടെങ്കിൽ വലിയ അത്ഭുതമാവും. ഞങ്ങൾ ഇപ്പൊ ജീവിക്കണങ്ങനത്തെ ഈ ഭൂമിയുടെ ಬಗ್ಗೆ ഒന്ന് തിങ്ക് ആക്കോ. എത്ര വലിയ ഒരു ഗോളായിട്ടിക്കറി ഭൂമി. ഇത് എത്രമാ സ്പീഡിൽ തിരിഞ്ഞോണ്ടുണ്ടല്ലേ. ഓരോ നാളിലും
ഓരോ ടൈമിലും ഓരോ നിമിഷത്തിലും എത്രമാ സ്പീഡിലാണ് ഇത് തിരിഞ്ഞുകൊണ്ടില്ലേ. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഇത് നിന്റതുപോലെ ഞങ്ങൾ കാണ്ട് എന്തും തിരിയാത്ത രൂപത്തിൽ നിന്റതുപോലെയാണ് നമുക്ക് അനുഭവിക്കുക. അതെല്ലാം അള്ളാഹു താല അങ്ങനെ ആക്കി വെച്ചതാണ്. അല്ലെ, നമുക്ക് മാത്രം ഇത് തിരിഞ്ഞതുപോലെ അനുഭവം ഉണ്ടായെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ദയിക്കുകയാവന്ത, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനത്തിലൂടെ ദയിക്കുകയാവന്ത. ഇല്ല, ഒരിക്കലും സാധ്യല്ല. നമുക്ക് പിന്നെ തലതിരിഞ്ഞതും അതാവിടതും ഇതാവിടതും എന്തെല്ലാം ആയി പോയിരാൻ. ആകാശത്തു ലോകത്തിലുള്ള ഗോളങ്ങ എത്ര ഗോളങ്ങളാണുള്ളേ. ನೀವು ನೋಕರು ಈ ಭೂಮಿ ಚೊಲ್ಲದು ನೀವು ಗೊಂತಿಕ್ಕು ಸಾಲೆಲ್ಲ പഠിച്ച ವಿಷಯമാണ്. സൗരവ്യൂഹ സൂര്യ കുടുംബത്തെ ഒരു മെമ്പർ ആയിട്ടിക്കർ ഭൂമി ചൊല്ലത്. ഈ സൂര്യ കുടുംബത്തിൽ ഈ ഭൂമിയുടെ പോലെമേ സാധാരണ 8 ഗ്രഹങ്ങൾ ഉണ്ടല്ലേ, ഇതേപോലത്തെ 8 ഗോളങ്ങൾ ഉണ്ട്. ബുധ, ശുക്ര, ഗുരു, ഈ ഇങ്ങനെയുള്ള പേര് ചൊല്ലങ്ങനത്തെ ഗോളങ്ങ. അതില് ഭൂമി വലിയതെന്തും അല്ല, ഭൂമിയുടെ കാണ വലിയ ഉള്ളങ്ങനത്തെ ഗോളങ്ങൾ ഉണ്ട്. ഗുരു ചൊല്ലതാണ് സൂര്യ കുടുംബത്തിൽ വലിയ ഗോള, ഭൂമിയുടെ കാണ വലിയുള്ളങ്ങനത്തെ ഗോള. ഈ ഭൂമിയുടെ കാണ ലക്ഷഗട്ടലെ അല്ലെങ്കിൽ ആയിരഗട്ടലെ വലിയുള്ളതാണ്. അതിര ആയിരക്കണക്കിലുള്ളങ്ങനത്തെ ഭൂമി ബൈക്കും പോലത്തെ ഒരു വലിയ ഗോളായിട്ടിക്കർ, അത്രയും ജാഗുള്ളങ്ങനത്തെ ഗോളായിട്ടിക്കർ സൂര്യ ചൊല്ലത്. ആ സൂര്യത്തിൽ ലാസ്റ്റ് അവിടെ ഇല്ല. സൂര്യ ചൊല്ലത് ഒരു നക്ഷത്രത്തെ കുടുംബത്തിൽ ഒരു മെമ്പറാണ് സൂര്യ. സൂര്യയുടെ പോലത്തെ ഇഷ്ടം പോലെ നക്ഷത്രങ്ങൾ ആകാശ ലോകത്തിലുണ്ട്. ഇഷ്ടം പോലെ ലക്ഷഗട്ടലെ നക്ഷത്രങ്ങളുണ്ട്. ആ ലക്ഷഗട്ടലെ നക്ഷത്രങ്ങൾ കൂടിയങ്ങനത്തെ ഒരു സാധനമാണ് ഗാലക്സിന്റെ ചൊല്ലി. ഒരു ഗാലക്സിന്റെ ചൊല്ലാറ്. ഗാലക്സി ഒന്നെങ്കിൽ ലക്ഷഗട്ടലെ സൂര്യയുടെ പോലത്തെ ലക്ഷഗട്ടലെ നക്ഷത്രങ്ങൾ കൂടിയങ്ങനത്തെ ഒരു വലിയ നക്ഷത്ര കുടുംബത്തുകാണ് ഗാലക്സിന്ന് ചൊല്ലി. ആ നക്ഷത്ര കുടുംബത്തിൽ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല, ഓരോ നക്ഷത്രത്തിക്ക് ഇപ്പൊ സൂര്യയുടെ കുടുംബത്തില് ചെമ്മ ഗ്രഹങ്ങൾ, ഭൂമിയുടെ പോലത്തെ ഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഓരോ നക്ഷത്രത്തിനും ഇങ്ങനെ എത്രമാ ഗ്രഹങ്ങൾ അയക്കും. അങ്ങനെയുള്ള കൂട്ടരുണ്ടെങ്കിൽ എത്ര ഗോളങ്ങളാണ് ആകാശ ലോകത്തിലുള്ളത്. ഇനി ഒരു ഗാലക്സി മാത്രമോ ഉള്ളേ. ഉള്ളങ്ങനത്തെ ഗാലക്സിക്ക് മിൽക്കി വേ ഗാലക്സി ഇട്ടാണ് പേര് ചൊല്ലി. മിൽക്കി വേ ഗാലക്സി. അങ്ങനത്തെ ലക്ഷഗട്ടലെ ഗാലക്സി ആകാശ ലോകത്തിലുണ്ടാണ് ഇണ്ടത്തെ സയൻസ് ചെന്നുകൊണ്ടില്ലേ. അപ്പൊ അള്ളാഹു താലയുടെ ഈ ലോക എത്ര വലിയ ലോകാണ്, എത്ര വിശാലമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ലോകാണ്. അങ്ങനത്തെ ലോകത്തില് എത്രമാ വലിയ ലോകത്തില് ഒരു പൊടിയുടെ കണക്ക് പോലും ഇല്ലാത്ത ഒരു ചെറിയ ഭൂമിയിലാണ് ഞങ്ങളില്ലേ. ആ ഭൂമിയിലെ ലക്ഷഗട്ടലെ കോട്ടി മനുഷ്യന്മാരുള്ളാർ നിലവിൽ ജീവിച്ചുകൊണ്ടുള്ളാർ. എത്രമാ കോട്ടി മനുഷ്യന്മാരുടെ ജീവിച്ചു പോയിടാർ. കോട്ടി മനുഷ്യന്മാർ ഇനി വറകുള്ളാർ. ലോകത്തില് ലക്ഷഗട്ടലെ റായങ്ങൾ ഉണ്ട്. ആ റായത്തിൽ ഒരു ചെറിയ റായട്ടിക്കര് നങ്ങുള്ള റായ. ആ റായത്തിൽ എത്രമാ ആയിരക്കണക്കിന് മനുഷ്യന്മാരുള്ളാർ. ആ ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ മനുഷ്യനാണ് നാനും നിങ്ങല്ല. അങ്ങനത്തെ നങ്ങ ഇടീ ലോകമേ കൈയടക്കിയ പോലത്തെ അഹങ്കാരവും കിബിറും ആയിട്ടാണ് നങ്ങ നിരന്തരമായിട്ട് നടന്നുകൊണ്ടില്ലേ. ഈ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ നങ്ങ ഒരു കണക്കുമല്ല, ഒരു ബലയും നങ്ങക്കില്ലാണ്ട് ആണ് നങ്ങ മനസ്സിലാക്കുക അവിടെ. അല്ലെ, ഇത്ര വലിയ വിശാലമായ ലോകത്തിൽ ഒരു ചെറിയ മനുഷ്യന്മാരായിട്ട് നങ്ങയിക്കുമ്പോ ചില ആൾമാര ബിയാറ ഇടീ ലോകമേ നാനായതുപോലെയാണ് ബിയാറ. അവനുക്ക് അള്ളാഹു താലയുടെ അംഗീകരിക്കുകയില്ലേ. ആ ഇടീ വലിയ വിശ്വത്തെ, ഈ ലോകത്തെ പടച്ചങ്ങനത്തെ റബ്ബു ചൊന്ന പോലെ കേൾക്കുകയില്ലേ. റബ്ബുടെ അംഗീകരിക്കുക ഒപ്പുകൊണ്ട് സാധ്യല്ല. ഇതെല്ലാം ചിന്തിച്ചെങ്കിൽ ഈ ലോകത്തെ ഇത്രയും വലിയ വിശാലത്തെ ചിന്തിച്ചിട്ടെങ്കിൽ മനുഷ്യ പിന്നെ അവന്റെ സ്വന്തത്തിൽ എന്തും മിക്കില്ല, അവൻ അലക്ക ശരിയായി പോകണ്ട. അതുകൊണ്ടാണ് അള്ളാഹു താല നിങ്ങൾ ആകാശ ലോകത്തേക്ക് നോക്കൂ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. മനുഷ്യന്മാർ ചിന്തിക്കല്ലേ, ആകാശത്തെ ചിന്തിക്കല്ലേ, ആകാശത്തെ ಬಗ್ಗೆ അത് എത്ര ഉയർന്നിട്ടുണ്ടു. ആ ഉയർന്ന ആകാശത്തെ ಬಗ್ಗೆ ഒന്ന് മനുഷ്യന്മാർ ചിന്തിക്കല്ലേ.
ಮನುಷ್ಯ ಭೂಮಿಲುಳ್ಳದರ ಬಗ್ಗೆಯೂ ಚಿಂತಿಕೊಂಡು ಭೂಮಿಲುಳ್ಳಂತೆ ಪ್ರಾಣಿಗಳ ಬಗ್ಗೆ ಊಡುಳ್ಳಂತೆ ಮರಗಳ ಬಗ್ಗೆ ಊಡುಳ್ಳಂತೆ ಪರ್ವತಗಳ ಬಗ್ಗೆ ഇതെല്ലാം കണ്ട് ചിന്തിക്കണം. കാലി ഊട്രെ ഭൂമി ലോകത്തിലുള്ള വസ്തുക്കൾ ഇങ്ങനെ യൂസാക്കിക്കൊണ്ട് തയ്ക്കുകല്ല മനുഷ്യർ അല്ലാഹു തആലയുടെ പഠിച്ചത്. ഇതെല്ലാം ഇങ്ങനെ യൂസാക്കൂ. പൈഡ കണ്ടെ കാലി പൈഡ ഇങ്ങനെ തിണ്ടോണ്ട് തയ്ക്കൂ, കോലിയുടെ തിണ്ട് തയ്ക്കൂ, മീന് കടൽ കിട്ടുന്ന മീന് ഇതെല്ലാം തിണ്ടിട്ട് ഇങ്ങനെ കാലിയാക്കുകല്ല മനുഷ്യർ അല്ലാഹുടെ പഠിച്ചത്. ഇതിലെല്ലാം വലിയ ആയാത്തുങ്ങ അല്ലാഹു തആലയുടെ പവറും അല്ലാഹുടെ ഇൽമും എല്ലാം എടുത്തു കാട്ടങ്ങനത്തെ പല അടയാളങ്ങ ഇതിലെല്ലാം കാണുക. അതിന്റെ ಬಗ್ಗೆ തിങ്കാക്കുകയാണ് മനുഷ്യ. തിങ്കാക്കിട്ട് അള്ളാഹുടെ ആ കുതിരത്തിനെ മനസ്സിലാക്കുക, അള്ളാഹുടെ ആ പവറിനെ മനസ്സിലാക്കുകയായിട്ടാണ് ഇതെല്ലാം പഠിച്ചത്. എത്ര ഖുർആന്റെ ആയത്തിൽ അള്ളാഹു താല ആകാശത്തെ ഓരോ സംഗതി ഇങ്ങനെ വിവരണാക്കട, ഇതെല്ലാം വിവരണാക്കട ഇതുക്ക് വേനായിട്ടാണ്. അപ്പൊ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം അതിരതായ ഒരു ഭ്രമണപഥത്തില് എല്ലാം നീന്തിയോണ്ടുണ്ടാണ് അള്ളാഹു താല ചൊന്നിട്ടില്ല. യസ്ബഹൂൻ ചൊന്നെങ്കിൽ നീന്തിയോണ്ടുണ്ടു. അതെല്ലാം മേളുടെ ഒരു വീക്ഷണിൽ നോക്കുന്നുണ്ടെങ്കിൽ സാധാരണ പൊലലിങ്ങനെ നീന്തുന്ന മീണ്ട പോലെ ചിലപ്പോ കാണുക. പക്ഷേ അങ്ങനത്തെ ഈ വലിയ വിശാലമായിട്ടുള്ള ആകാശത്തുള്ള സമുദ്രത്തില് ഈ സൂര്യ ചന്ദ്ര അടക്കമുള്ള എല്ലാ ഗോളങ്ങ ഇങ്ങനെ നീന്തിയോണ്ടിന്നെങ്കും ഒന്നുകു ഡിക്കിയാവുന്നത് കാണില്ലല്ലേ. എന്തൊരു അത്ഭുതമാണ് അതെല്ലാം. ഒരിക്കലും സൂര്യ ചന്ദ്രകു ഡിക്കിയായതിനങ്ങ ചരിത്രത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ സൂര്യ ഞങ്ങൾ കാണ്ടകത്തെ സൂര്യ പിന്നൊരു അതിരെ പോലത്തെ വേറൊരു നക്ഷത്രത്തിക്ക് ഡിക്കിയായത് ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ലെ, അതെല്ലാം ഡിക്കിയായിട്ട് പോയെങ്കിൽ അതെല്ലാം പരസ്പര സംഘർഷത്തിലായി പോയിട്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നിലനിൽക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യാവത്ത. പലപ്പോഴും പല ഘട്ടനങ്ങളെ പല രായത്തിൽ ചിലപ്പോൾ നടക്കുന്ന എന്തിനാ ഉൽക്ക ആകാശ ലോകത്തിലുള്ളങ്ങനത്തെ ഉൽക്ക ചൊല്ല സാധനം പരസ്പര സംഘർഷമായിട്ട് അതിന്റെ കല്ലുങ്ങല്ല ഭൂമിക്ക് പൂത്തുണ്ട്. ചെറിയൊരു ഉൽക്കമേ പരസ്പര ഡിക്കിയായിട്ട് അതിന്റെ കല്ലുങ്ങ ലോകത്തേക്ക് പൂലുമ്പോ പല അനാഹുത്തങ്ങ അപകടങ്ങാണ് ലോകത്തിലുണ്ടാവിടെ. അങ്ങനത്തെ ഉടക്ക് ഈ സൂര്യചന്ദ്ര പോലത്തെ വലിയ വലിയ സാധനങ്ങൾ പരസ്പര ഡിക്കിയായി പോയിട്ടെങ്കിൽ എന്തൊരാവന്ത്. അതെല്ലാം അള്ളാഹു താല ഒന്നും ആക്കാണ്ട് അവൻ ചൊന്നുപോലെ ഞങ്ങൾ കേട്ടില്ലെങ്കിലും അതെല്ലാം അതിന്റെ നിശ്ചിതമായ രൂപത്തിൽ അള്ളാഹു താല നടപ്പാട്ടിയുണ്ടല്ലേ. ഇതെല്ലാം വലിയ സംഗതികളാണ്, വലിയ അത്ഭുതങ്ങളാണ് അള്ളാഹു ചൊന്നത്. മനുഷ്യന്മാർ വിചാരിക്കിற ഇതെല്ലാം ഇങ്ങനെയാണ് നടക്കണത്. ഇത് ഈ ഒരു ഞങ്ങൾ കാണുന്ന പോലത്തെ സൂര്യ ഇപ്പൊ സുബൈക്ക് ഇങ്ങനെ ഉദിച്ചിട്ട് വണ്ട പിന്നെ അസറാവും അസ്തമിക്കട ഇതൊക്കെ ഇങ്ങനെ പോകുക. അവിടെ ഇത് വേറൊരു രൂപത്തിൽ ഇതൊക്കെ പോകാവില്ലേട്ടാണ് ഞങ്ങളെ ബിയാറ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഒട്രാസി പോണായ സംഗതികളാണ്. പക്ഷെ അള്ളാഹു താല ഇതിനെ കൃത്യമായ രൂപത്തിൽ നടപ്പാട്ടത് കൊണ്ടാണ് അതെല്ലാം അങ്ങനെ നടന്നോട്ടില്ലേ. അല്ലാണ്ട് അതൊക്കെ അങ്ങനെ ആക്കുക അവിടെ ഉണ്ടെന്നും ഞങ്ങ വിചാരിക്കര വേണ്ട. ഈ ആയത്തുങ്ങ ഇതുവരെ ഞങ്ങൾ ഓതിയ വശംസു തജരിലി മുസ്തഖറിൻ ഷംസും ഖമറിന്റെ ಬಗ್ಗೆ ഓതിയ ആയത്തുങ്ങളെ ചില മഹാന്മാര് ഇങ്ങനെയും വിശദീകരിച്ചാൽ എങ്ങനെ കൂടെ ഷംസ് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂചിപ്പിക്കണങ്ങനത്തെ ഒരു ആലങ്കാരിക പ്രയോഗ ഇട്ടിക്കറുണ്ട്. സൂര്യ ചൊന്നെങ്കിൽ സൂര്യയുടെ പോലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നബിത്തങ്ങ ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കിടാലല്ല. തജിരിയിൽ മുസ്തഖറില്ലഹ, ആ നബിത്തങ്ങൊരു ഈ ഭൂമി ലോകത്തൊരു അവസാനമായിട്ടുള്ള ഒരു അവധിയുണ്ട്. ആ അവധി തോലെ നബിത്തങ്ങ ഇങ്ങനെ ഇവിടെ ജീവിച്ചോണ്ടുണ്ട്. അതെല്ലാം അസീസും അലീമുമായ അള്ളാഹുടെ നിശ്ചയിട്ടിക്കുന്ന നബിത്തങ്ങളെ ഇന്ന ടൈമിലൂടെ ജനിപ്പിക്കണം, ഇന്ന ടൈമിൽ വഫാത്താക്കപ്പെടണം ചൊല്ലത് നബി അള്ളാഹുടെ ഒരു തീരുമാനമായിട്ടിക്ക്. വൽ ഖമറ ചന്ദ്രയുടെ കൊണ്ട് ഉദ്ദേശ അത് നബിത്തങ്ങളെ ഉമ്മത്തായിട്ടിക്കറ്, നബിത്തങ്ങളെ ഫോളോ ആക്കണങ്ങനത്തെ നബിത്തങ്ങളെ ഉമ്മത്ത്. ആ ഉമ്മത്ത് ഖദ്ദർനാഹു മനാസില, ആ ഉമ്മത്തിക്ക് ഒരു വ്യത്യസ്തമായ ഹന്തങ്ങ ഉണ്ട്, ലെവലുങ്ങ ഉണ്ട്. നബിത്തങ്ങക്ക് ലെവലില്ല, നബിത്തങ്ങക്ക് ഹന്തങ്ങ ചൊല്ലതില്ല. നബിത്തങ്ങ എപ്പോഴും ഒരേ രൂപത്തില് ഹിദായത്തുള്ള അങ്ങനത്തെ ഒരേ രൂപത്തില് നബിത്തങ്ങളെ ആ ഹിദായത്തും നബിത്തങ്ങളെ ഇൽമും ഖുദ്റത്തും എല്ലാം എപ്പോഴും നിരന്തരമായിട്ട് ഒരേപോലെ ഉള്ളതാണ്. സൂര്യയുടെ പോലെ എപ്പോഴും വെളിച്ചുന്നത് പോലെ നബിത്തങ്ങളെ വെളിച്ച എപ്പോഴും ഇക്കിടതാണ്. നബിത്തങ്ങളെ സൂര്യ ചൊന്നിട്ടേ അള്ളാഹു താല ഖുർആനിലെ വെളിച്ചല്ലേ.
വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ മനുഷ്യന്മാരെ, നിങ്ങളെ മുട്ടനാണ് നല്ല പ്രകാശിക്കിടങ്ങനത്തെ ഒരു സൂര്യടനാണ് നിങ്ങൾ മുട്ട കടത്തി തന്നരെ. അപ്പൊ നബിത്തങ്ങ ഒരു സൂര്യാണ്. സൂര്യയുടെ പോലെ എപ്പോഴും ബെലിച്ച് തണ്ടതുപോലെ നബിത്തങ്ങ ഈ ലോകത്തിലിക്കുമ്പോ ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ബെലിച്ച് തന്ന്. ആ വെളിച്ചത്തിലാണ് സൂര്യ ആയിട്ടുള്ള നബിത്തങ്ങളെ വെളിച്ചത്തിലാണ് മാത ആയിട്ടുള്ള ചന്ദ്ര ആയിട്ടുള്ള നബിത്തങ്ങളെ ഉമ്മത്തൂടെ പ്രകാശിച്ചത്. അല്ലെ, മാതത്തുകുല്ല പ്രകാശ സൂര്യത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ. അപ്പൊ പക്ഷെ മാതത്തെ അവസ്ഥ എന്തിനാ? മാത എപ്പോഴും ഒരുപോലെ ഇക്കില്ലല്ലേ. മാത വ്യത്യസ്തമായ ഹന്തങ്ങ ഇങ്ങനെ ദാട്ടിയോണ്ട് പോകണ്ടു. ചിലപ്പോ നല്ല പ്രകാശിക്കട പോണാലാം ജാവു പരിപൂർണമായിട്ട് പ്രകാശിക്കുന്നത് പോലെ ചിലപ്പോ നല്ല പ്രകാശിക്കും, ചിലപ്പോൾ അലക്ക മങ്ങി പോകുന്നു. എന്നതുപോലെ നബിത്തങ്ങളെ ഉമ്മത്ത് അങ്ങനെയാണ്. ചിലപ്പോൾ നല്ല അങ്ങ് ഉഷാറായിട്ട് നല്ല നല്ല അവസ്ഥയിലിക്കിടാറ്. ചരിത്രം നോക്കി നിങ്ങൾ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് നബിത്തങ്ങളെ ഉമ്മത്ത് അത്യുന്നതമായ രൂപത്തിൽ പ്രകാശിച്ചാറങ്ങ. ഓണാലാം ജാവു ചന്ദ്ര പ്രകാശിക്കുന്ന രൂപത്തിൽ അങ്ങ് പ്രകാശിച്ചാറ്. ഇതേ ടൈമിൽ ഇണ്ടത്തെ അവസ്ഥ നോക്കിയെങ്കിൽ അത് ഇരുൾ മൂടി അങ്ങനത്തെ ഈ കാലത്തില്, ചിമ്മ നിറഞ്ഞങ്ങനത്തെ കാലത്തില് ഒരു ചെറിയ മാത കാണ്ടതുപോലെയാണ് ഇണ്ടത്തെ ഉമ്മത്തിന്റെ അവസ്ഥ. അല്ലെ, ഇണ്ടത്തെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശ സ്വീകരിക്കുന്ന വിഷയത്തിൽ നബിത്തങ്ങളെ ഒരു പ്രകാശ സ്വീകരിക്കുന്നുണ്ട്. അല്ലാണ്ട് അതിന്റെ മുസ്ലിമീങ്ങ യാറുള്ളാറ് ചൊല്ല സംഗതിയല്ല. നബിത്തങ്ങളെ ഹിദായത്ത് സ്വീകരിക്കുന്ന വിഷയത്തില് ഇണ്ടത്തെ ഉമ്മത്ത് നബിത്തങ്ങളെ ഉമ്മത്ത് വളരെ കുറവാണ്. നബിത്തങ്ങളെ ഹിദായത്ത് സ്വീകരിക്കടെ ഉമ്മത്ത് വളരെ കുറവാണ്. നബിത്തങ്ങ പടിപ്പാട്ടി ഇസ്ലാം ഫോളോ ആക്കടെ ഉമ്മത്ത് ഭാരി കൊറടിയേറ്റിക്കിടാർ. ആ നിലക്ക് നോക്കുമ്പോ ഇണ്ടത്തെ അവസ്ഥ ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം എന്ന് അള്ളാഹു താല ചൊന്നതുപോലെ ഒരു ചെറിയ മാത അവിടെത്തോലെ അതിങ്ങനെ പോയിട്ടിക്കിരണ്ട് അള്ളാഹു ചൊന്നല്ലേ. ഇണ്ടത്തെ ഉമ്മത്തിന്റെ അവസ്ഥ ഒരു ചെറിയ മാതത്തെ പോലെ പോയിട്ട് മങ്ങിയർ ഇണ്ടത്തെ ഉമ്മത്തിരെ ഹിദായത്തിരെ വെളിച്ചം മങ്ങിയർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടങ്ങനത്തെ ഹിദായത്തിരെ വെളിച്ചം മങ്ങിപ്പോയിട്. അതുകൊണ്ടല്ലേ ഉമ്മത്തിക്ക് ശക്തി ഇല്ലാത്ത. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിരെ പല ആൾമാർ അറ്റാക്ക് ആക്കുക വന്നോണ്ടില്ലേ, പല ആൾമാർ പല രൂപത്തില് ആക്രമണാക്കിയോണ്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമെ പഠിപ്പാട്ടിത്തല്ലേ ഒരു ഹദീസിൽ അവസാന കാലഘട്ടാവുമ്പോ നന്റെ ഉമ്മത്തിരെ ഒരു പ്ലേറ്റിൽ ചോറിന്നിട്ടെങ്കിൽ അത് ചുറ്റിലുള്ള ആൾമാർ എങ്ങനെ അതിരെ ഗോരിബാരി ഇങ്ങനെ തിന്നിറാറാ, അതിരെങ്ങനെ അറ്റാക്ക് ആക്കും നോക്കിടാറാ. ആ രൂപത്തില് നന്റെ ഉമ്മത്തിരെ മേലെ അറ്റാക്ക് ഉണ്ടാവും, ആക്രമണം ഉണ്ടാവും. അപ്പൊ സ്വഹാബിങ്ങ കേട്ടാറ്, യാ റസൂലല്ലാ, അണ്ട് മുസ്ലിമീങ്ങ കൊറോടി ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവിടെ? മുസ്ലിമീങ്ങ കുറഞ്ഞത് കൊണ്ടാണോ? അപ്പൊ നബിത്തങ്ങ ചൊന്തു, അല്ല, കുറഞ്ഞത് കൊണ്ടല്ല, അണ്ട് യാറമേ ഇക്കിടാറ്. പക്ഷേ അങ്ങനെ കൽബുടുൽഗ പിന്നെ വഹ്ന് കൂടി പോണ്ടു. എന്താണ് വഹ്ന് ചൊന്നെങ്കിൽ അദ്ദുന്യ ഹുബ്ബുദ്ദുന്യ, ദുനിയാവുടെ ആശ, ദുനിയാവുടെ മോഹങ്ങാങ്ങല മനസ്സിൽ കൂടിയത് കൊണ്ടു ആ ദൗർബല്യ ദുനിയാവുടെ ദൗർബല്യങ്ങാങ്ങല മനസ്സിൽ ഇങ്ങനെ കൂടിയത് കൊണ്ടിട്ട് അങ്ങ് ദുർബലന്മാരായി പോണ്ടാറ്. ആ ദുർബലമായ അവസ്ഥയാണ് എന്റെ ഉമ്മത്ത് നാം കാണുക അവിടെ. ഏതുപോലെമേ ദുർബലമായി പോയങ്ങനത്തെ വെളിച്ചത്തിൽ ദുർബലമായി പോയങ്ങനത്തെ മാദത്തെ പോലെമേ ഉമ്മത്തര അവസ്ഥയും ഒരു മാദത്തെ പോലെ ഇട്ടിക്കറിയിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക അവിടെ. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, ഷംസായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരിക്കലും ഖമറായിട്ടുള്ള നബിത്തങ്ങളെ ഉമ്മത്തര പോലെ ഒരിക്കലും ആവത്തീറ. നബിത്തങ്ങായിട്ടിക്കണു. എന്നാൽ നബിത്തങ്ങളെ ഉമ്മത്തുക്ക് മാദത്തുക്ക് ഏതുപോലെ അതിരതായ ഡ്യൂട്ടിങ് ഉണ്ടാ, കർത്തവ്യങ്ങൾ ഉണ്ടാ, അതുപോലെ നബിത്തങ്ങളെ ഉമ്മത്തുക്കും അങ്ങനതായ കർത്തവ്യങ്ങൾ ഉണ്ട്. ഒരിക്കലും ഞങ്ങൾ നിരാശയാവത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാം പോയിടല്ലേ, മഹാന്മാരെല്ലാം ഇവിടെ കഴിഞ്ഞു പോയാറല്ലേ, ഇനിയെന്തും നമുക്ക് ആക്കുകയില്ല, ഇനി ഞങ്ങളെ കൊണ്ട് എന്തും ആക്കുകയാവില്ലേ, കാലം ബെടക്കയിട് സമാന ബെടക്കയിട് ചെന്നിട്ട് മുണ്ടതീക്കും പോലില്ലേ. ഞങ്ങളതായ രൂപത്തിൽ പ്രവർത്തിക്കുക ഞങ്ങൾക്കു സാധ്യമാവുന്നുണ്ടാണ്. നോക്കൊറു നിങ്ങ ചിമ്മ നിറഞ്ഞങ്ങനത്തെ ജാവുലു ഒരു ചെറിയ മാത, ആ ചെറിയ രൂപത്തിൽ ഇന്നെങ്കും അതരതായ രൂപത്തിൽ അത് ഈ ലോകത്ത് ഒരു വെളിച്ച കൊടുക്കുക നോക്കുടു. ഇടീ ചിമ്മ നിറഞ്ഞരല്ലേ, നാനെന്തെങ്കിലും ഒരു ചെറിയ വെളിച്ചമായിട്ട് നാനിക്കടെ, നാനും ചിമ്മലപ്പുറം മുങ്ങി പോണ്ടേട്ട് അത് വിചാരിക്കില്ലേ, അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ അതാവില്ലേ. എന്നതുപോലെമേ ലോകത്തിലിടീ ചിമ്മ നിറഞ്ഞെങ്കും
ഞങ്ങളെ കയ്യിൽ ഒരു ചെറിയ വെളിച്ച ഇന്നിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിൽ നിന്ന് കിട്ടിയ അങ്ങനത്തെ ഒരു വെളിച്ച ഞങ്ങളെ കയ്യിൽ ഇന്നിട്ടെങ്കിൽ അത് ലോകത്തിക്ക് കാട്ടുകൊള്ള ധൈര്യവും ലോകത്തിക്ക് അതിരെ സ്പ്രെഡ് ആക്കുകൊള്ള അങ്ങനത്തെ ഒരു ഹിമ്മത്തും നമ്മ കാട്ടണുണ്ടാണ്. ഞങ്ങളതായ നബിത്തങ്ങൾ ഉമ്മത്തായിട്ടുള്ള ഞങ്ങൾക്ക് കമർ പോലെ ഞങ്ങളതായ ചില ഡ്യൂട്ടിങ് ഉണ്ട്. ആ ഡ്യൂട്ടിങ് ഞങ്ങൾ ആക്കുന്നുണ്ട്. വകുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ. എല്ലാവരും ഞങ്ങളതായ അള്ളാഹു താല നിശ്ചയിച്ചങ്ങനത്തെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുള്ള എല്ലാവരും സഞ്ചരിച്ച് അവസാനമായിട്ടൊരു ഇതൊരു അവസാനമുണ്ട്. ആ അവസാന പോയിന്റ് എത്തുമ്പോൾ എല്ലാവരും നിശ്ചലമാവിടാറ്. അള്ളാഹു താല ഞങ്ങൾ ചൊന്നതും കേട്ടതെല്ലാം സ്വാലിഹായ അമാലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.